ജയറാം എന്ന നടന് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വർഷമാണ് 1999. ആ വർഷത്തെ ടോപ്പ് ഗ്രോസറും അതുപോലെ തന്നെ കുറെ സൂപ്പർ ഹിറ്റ്സും കയ്യിലുണ്ടായിരുന്നു. ആ ഒരു വർഷത്തെ ജയറാമിന്റെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകർ സിദ്ദിഖ് ഇൻഡിപെൻഡന്റ് ആയ ശേഷം ഹിറ്റ്ലർ എന്ന സിനിമ ചെയ്തു. അത് സൂപ്പർ ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് സിദ്ദിഖ് പ്ലാൻ ചെയ്ത സിനിമ 3 സുഹൃത്തുക്കളുടെ കഥ, ഫ്രണ്ട്സ്. ആ ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ അന്ന് അതിന്റെ ഒരു ഫസ്റ്റ് അനൗൺസ്മെന്റിൽ സുരേഷ് ഗോപിയും മുകേഷും അതുപോലെ തന്നെ ശ്രീനിവാസൻ ഇങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്ലാനിങ്. പിന്നീട് നമ്മൾ തന്നെ പല എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടും നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അത് വലിച്ചു നീട്ടി പറയുന്നില്ല. സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ അടുത്തതായിരുന്നു ഓപ്ഷൻ ആലോചിച്ചപ്പോൾ നേരെ ഒരു ജയറാമിന്റെ അടുത്തോട്ട് തന്നു. ഇന്നസെന്റ് ഇവരെ ജയറാമിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. സൂര്യപുത്രൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ജയറാമിനെ കാണുന്നു. ജയറാം പറയുന്നത്, ഞാൻ ഓൾറെഡി സത്യനാന്തിക്കാടിന്റെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതും വിഷുവിന് റിലീസായിരിക്കും. അപ്പൊ ഇവരുടെ സിനിമ ഓൾറെഡി വിഷുവിന് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ജയറാം അതിനും കൂടി ഡേറ്റ് കൊടുക്കുന്നു. അങ്ങനെ ആ വിഷുവിന് ജയറാമിന് 2 സിനിമകൾ 1999 എന്ന വർഷം ജയറാമിൻ്റെതായിട്ട് തിയേറ്ററുകളിൽ എത്തിയ റിലീസുകൾ ഈ 2 സിനിമകളാണ് ആ വിഷുവിന് ആദ്യം എത്തിയത്. ഫ്രണ്ട്സും വീണ്ടും ചില വീട്ടുകാരികളും. എനിക്ക് ഏത് സിനിമയാണ് ആദ്യം തിയേറ്ററിൽ എത്തിയെന്ന് അറിയില്ല. എന്തായാലും വിഷുവിന് 2 സിനിമകളും തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് ആണ് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയത്. നമുക്കറിയാം ആ ഒരു റോള്, അത് ഇപ്പൊ നമുക്ക് സുരേഷ് ഗോപിനെ ആ റോളിനെ സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷെ അവരാദ്യം പ്ലാൻ ചെയ്തപ്പോൾ സുരേഷ് ഗോപി അതിൽ ഒരു ആക്ഷൻ മൂഡിലുള്ള അങ്ങനത്തെ ഒരു സീരിയസ് ക്യാരക്ടർ ആയിരുന്നു. എന്ത് പറഞ്ഞാലും അടിക്കുന്ന, ഓടിപ്പോയി ഫ്രണ്ട്സിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ജയറാം വന്നതിനിപ്പോൾ കുറച്ചൊരു പൂവാലൻ സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ജയറാമിന്റെ ഓഡിയൻസിന് അത് ഭയങ്കരമായിട്ട് കണക്ട് ആവാൻ പറ്റി. ഹ്യൂമറും ജയറാം അസാധ്യമായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ആണെങ്കിൽ അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് വരുമായിരുന്നു. ജയറാം ആയതുകൊണ്ട് ജയറാമിന് ഇവരുടെ ഒപ്പം നിന്ന് ഒന്ന് കൊണ്ട് വിളയാടാൻ പറ്റി എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു സിനിമ ആ വർഷത്തെയും ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. ആ വിഷുവിനും ഏറ്റവും വലിയ ഹിറ്റായി മാറി. മറ്റൊരു സിനിമയായിരുന്നു സത്യനാന്തിക്കാടിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. സത്യനാന്തിക്കാട് മുമ്പ് തൂവൽ കൊട്ടാരം, പിന്നെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, ഇങ്ങനെ കുറെ സിനിമകൾ. അതിൽ തൂവൽ കൊട്ടാരം ആയിരുന്നു ഏറ്റവും വലിയ ഹിറ്റ് 96. പിന്നെ 97 ഇവർ ഒന്നിച്ച ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ ഒരു ആവറേജ് വിജയം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ഒന്നിച്ച സിനിമയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ആ ഒരു സിനിമയ്ക്കും കുറെ പ്രത്യേകതകളുണ്ട്. അതിലും പുതുമുഖ നായിക സംയുക്ത വർമ്മ വരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് മഞ്ജു വാര്യർ അപ്പോഴേക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ടായിരിക്കാം സംയുക്ത വർമ്മ വേഷത്തിൽ വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ റോള് ചിലപ്പോൾ മഞ്ജു വാര്യരായിരുന്നു ചെയ്യേണ്ടിരുന്നത്. എന്തായാലും സംയുക്ത വർമ്മ വരുന്നു. പിന്നെ അതിൽ ഇന്നസെന്റ് അഭിനയിക്കാൻ ഇരുന്നിരുന്നതാണ്. ഇന്നസെന്റ് ഫ്രണ്ട്സിലും വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അഭിനയിക്കാൻ ഇരുന്നിരുന്നതാണ്. പക്ഷെ ഇന്നസെന്റ് 2 സിനിമകളൊന്നും മാറി. ഫ്രണ്ട്സിൽ നിന്നിട്ട് ആ വേഷത്തിൽ ജഗദീഷ് ശ്രീകുമാറാണ് ചെയ്തത്. ഇതിലെ വേഷം എനിക്കൊണ്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ നെടുമുടി വേണുവിന്റെ വേഷമായിരുന്നു തോന്നുന്നു. അത്യാവശ്യം ഒരു ചട്ടമ്പി ലുക്ക് ഉള്ള ഒരു ക്യാരക്ടർ, നായികയുടെ അമ്മാവനായിട്ടുള്ള ഒരു കഥാപാത്രം. എന്തായാലും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും ജയറാമിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ശരിക്ക് പറയുകയാണെങ്കിൽ ഈ 2 സിനിമകളും ഇതിന്റെ ഒരു പിന്നിലെ കഥകൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് സുരേഷ് ഗോപിനെ വെച്ച് ആലോചിച്ച സിനിമയായിരുന്നു. സുരേഷ് ഗോപിക്കായിരുന്നു ആദ്യ റോള്. വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് 99 ഈ സിനിമ ഇറങ്ങുന്നു. 91 ഭരതം എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യം ലോഹിദാസ് ആലോചിച്ച ഒരു കഥയായിരുന്നു. ആ കഥയാണ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ലോഹിദാസ് ഒന്ന് പൊടികെട്ടിയെടുത്ത് അന്ന് നെടുമുടി വേണു മോഹൻലാലിനെയും വെച്ച് ആലോചിച്ചിരുന്ന കഥയാണ് പിന്നീട് അതിൽ ജയറാമിനെയും തിലകനെയും വെച്ച് പ്ലാൻ ചെയ്തത്. എന്തായാലും ജയറാമിന് ആ സിനിമയും വളരെയധികം ഗുണം ചെയ്തു. അങ്ങനെ ഈ 2 സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് തിയേറ്ററുകളിൽ എത്തിയ ആദ്യത്തെ സിനിമകൾ. ആ വിഷു സീസണിൽ 2ഉം നല്ല ഹിറ്റുകളായി. അടുത്ത സിനിമ വീണ്ടും ജയറാമിന് ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ഒരു സംവിധായകനാണ് അനിൽ ബാബു. അരമന വീടും 500 ഏക്കറും എന്ന സിനിമയിലൂടെയാണ് അവരുടെ ഒരു കോംബോ തുടങ്ങുന്നത്. അവരുടെ ഏറ്റവും വലിയ ഹിറ്റ്, ഈ ഒരു കോംബോന്റെ ഏറ്റവും വലിയ ഹിറ്റ് തന്നെയാണ് പട്ടാഭിഷേകം സിനിമ. ശരിക്കും ഒരു ആഘോഷ സിനിമ തന്നെയാണ് അത്. ആ ഒരു ആനയും ജയറാമും ഹരിശ്രേഷവും, ഞാൻ അങ്ങനെ പറയും, ഇവര് 3 പേര്. പിന്നെ ജഗദീഷ് ശ്രീകുമാറും ഉണ്ട്, നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമ രാജൻ കിരിയത്ത്, വിനു കിരിയത്ത്, ഇവര് മുമ്പും അനിൽ ബാബുവിന്റെ സിനിമകൾ അരമന വീട് 500 ഏക്കറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമുള്ള സിനിമയാണ്. നമ്മളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്. അതിലെ പാട്ടുകൾ ഭയങ്കര രസമുള്ളതാണ്. അന്ന് ഒരു ഓണത്തിനാണ്, 1999 ഓണത്തിനാണ് ആ സിനിമ ഇറങ്ങുന്നത്. ആ സമയത്ത് പല്ലാവൂർ ദേവനാരായണൻ ഉണ്ട് തിയേറ്ററിൽ. പിന്നെ എനിക്ക് തോന്നുന്നത് വേറെ, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല വേറെ ഏതൊക്കെ സിനിമയാണ്. പല്ലവർ ദേവനാരായണൻ അന്ന് കൈരളിയിലും ശ്രീയിലും കൂടി ഇറങ്ങിയതായിരുന്നു തൃശ്ശൂർ. പട്ടാഭിഷേകം തൃശ്ശൂർ രാഗം തിയേറ്ററിലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ജെയിംസ് ബോണ്ട് എന്ന സിനിമ, ബേബീസ് ഡേ ഔട്ടിന്റെ റീമേക്ക്, ആ ഒരു സിനിമ അന്ന് തിയേറ്റർ ഉണ്ടായിരുന്നു. ഒരു സ്വപ്ന തിയേറ്ററിലായിരുന്നു ആ സിനിമ ഉണ്ടായിരുന്നത്. എന്തായാലും പട്ടാഭിഷേകം അന്ന് ആദ്യം പോയിട്ടൊന്നും ടിക്കറ്റ് കിട്ടാതെ പിന്നീട് കുറെ ദിവസം കഴിഞ്ഞിട്ട് കണ്ട ഒരു സിനിമ തന്നെയാണ്. എന്നാലും പട്ടാഭിഷേകം ജയറാമിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിലീസായ സിനിമയാണ് ഞങ്ങൾ സന്തുഷ്ടരാണ്. അതൊരു ഒക്ടോബർ മാസവും നവംബർ മാസമാണ് ആ സിനിമ. ഒക്ടോബർ എൻഡോ നവംബർ ഫസ്റ്റ് വീക്കാണ് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയത്. അത് രാജസേനന്റെ സിനിമ. പക്ഷെ മറ്റ് രാജസേന സിനിമ പോലെ അതിലങ്ങനെ കുറെ കോമഡി ഒന്നുമില്ല. നമുക്കൊരു അനിബാബ ചേട്ടൻബാബു പോലെയോ അല്ലെങ്കിൽ
അത്തരത്തിലുള്ള ഒരു കോമഡി പാറ്റേണുള്ള ഒരു സിനിമയല്ല. ഇത് കുറച്ചും കൂടി ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പുതുമുഖ നായിക അഭിരാമി അതിനു മുമ്പ് പത്രം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മിനി സ്ക്രീനിലൂടെ അന്ന് പ്രേക്ഷകർക്ക് പരിചിതമായിരുന്നു. അവതാരികയായിരുന്നു. സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അഭിരാമി ആ ഒരു സിനിമയിലേക്ക് വരണത്. ഇപ്പൊ ആ ഒരു സിനിമയെ കുറിച്ചും അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസും അല്ലെങ്കിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് ആ സിനിമ തരക്കേടില്ലാതെ വിചാരിച്ചു. ഭയങ്കര സൂപ്പർ ഹിറ്റ് അല്ല, ഞാൻ ഈ പറഞ്ഞ മറ്റ് 3 ജയറാം സിനിമകൾ പോലെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയല്ല. പക്ഷെ എങ്കിൽ പോലും തരക്കേടില്ലാതെ ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ആ സിനിമയും ഞാൻ രാഗം തിയേറ്ററിലാണ് കാണുന്നത്. എന്റെ ഓർമ്മയിൽ അന്ന് ഞങ്ങൾ സന്തുഷ്ടാണെന്ന സോറി ഈ പറയുന്ന പട്ടാഭിഷേകം എന്ന സിനിമ രാഗം തിയേറ്ററിൽ കുറെ കാലം ഓടിയ ശേഷം പട്ടാഭിഷേകം മാറുകയോ അതോ പട്ടാഭിഷേകം നോൺ ഷോ ആയപ്പോൾ അടുത്ത ആയിട്ട് വന്ന സിനിമയായിരുന്നു ജയറാമിന്റെ ഞങ്ങൾ സന്തോഷമാണ്. അതും ഏകദേശം ഒരു 30ഓളം ദിവസം രാഗം തിയേറ്ററിൽ ഒന്ന് റെഗുലർ ഷോ ആയിട്ട് കളിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് ആ വർഷം റിലീസായ 4 സിനിമകളാണ്. ഇതിൽ 4 വിജയിച്ച സിനിമകൾ എന്ന് തന്നെ പറയാം. അതിൽ ഫ്രണ്ട്സ് ബ്ലോക്ക് ബസ്റ്ററായി, വിനജല വീട്ടുകാര്യങ്ങൾ സൂപ്പർ ഹിറ്റ് ആവുന്നു, പട്ടാഭിഷേകവും സൂപ്പർ ഹിറ്റ് ആവുന്നു, ഞങ്ങൾ സന്തോഷമാണ് ഒരു ഹിറ്റായി മാറുന്നു. ജയറാമിന് ഒരു ഫ്ലോപ്പ് പോലും ഇല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ എടുത്തപ്പോൾ ജയറാമിന് ചില ഫ്ലോപ്പും വിജയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം 99 ജയറാമിന് നല്ല ഗുണം ചെയ്തൊരു വർഷം തന്നെയായിരുന്നു. ആ വർഷം എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് മേഘവും പല്ലാവൂർ ദേവനാരായണൻ വലിയ ഹിറ്റുകളില്ല. മോഹൻലാലിനാണെങ്കിലും അധികം ഹിറ്റുകളൊന്നും ഇല്ലാത്ത ഒരു വർഷമായിരുന്നു 1999. മോഹൻലാൽ ആ വർഷം വിഷുവിന് ഇറങ്ങിയ ഉസ്താദ് ഹിറ്റായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഒളിമ്പിൻ അന്തോണി യാദവ് അതൊരു ആവറേജ് പോയി. പിന്നെ ഒരു വാനപ്രസ്ഥമായിരുന്നു. വാനപ്രസ്ഥം അങ്ങനെ തിയേറ്ററിൽ പടമല്ല. അതുകൊണ്ട് മോഹൻലാലിന് അങ്ങനെ ഒരു തിയേറ്റർ ഇളക്കി മറിച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇല്ല. പക്ഷെ ജയറാമിന് ആ വർഷം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമകളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പട്ടാഭിഷേകവും പട്ടാഭിഷേകവും അതുപോലെ തന്നെ ഞങ്ങൾ സന്തോഷം രാഗം തിയേറ്ററിൽ കണ്ട വീണ്ടും ചില വീട്ടുകാരും രാഗം തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. ഫ്രണ്ട്സ് സിനിമ ശ്രീ തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. അത് തൃശ്ശൂർ കൈരളി ശ്രീയും ഓപ്പൺ ആയ ശേഷം ആദ്യത്തെ സിനിമയായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു സിനിമ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതും ഫ്രണ്ട്സ് ആണ്. ഇത്രയും നൊസ്റ്റാൾജിയ ഈ സിനിമകൾക്കൊക്കെ എനിക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക.